നമസ്കാരം. സായി മഹിമയിലേക്ക് ഏവർക്കും സ്വാഗതം. സായി മഹിമയിലെ ആദ്യ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ത്രേതായുഗത്തിലെ ശ്രീരാമനെയും ദ്വാപര യുഗത്തിലെ ശ്രീകൃഷ്ണനെയും പോലെ സാക്ഷാൽ പരമ്പൊരുൾ കലിയുഗത്തിൽ പൂർണ്ണമായ കലകളോടെ പരിപൂർണനായി ഭൂമിയിൽ അവതരിച്ചു. ആ അവതാരമാണ് ഭഗവാൻ ശ്രീ സത്യസായി ബാബ. ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തി എന്ന ഗ്രാമമാണ് ഭഗവാൻ തൻ്റെ ലീലാവതാരത്തിനായി തിരഞ്ഞെടുത്തത്. ഭഗവാന്റെ ധാമം പ്രശാന്തി നിലയം എന്നറിയപ്പെടുന്നു. അവിടെ സായ് കുൽവന്ത് ഹാളിൽ ഭഗവത് ദർശനത്തിന് ഉത്സുകരായിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് ഭഗവാൻ പ്രഭാതത്തിൽ ദർശനമേകുന്നു. ദേവന്മാർ പോലും കൊതിക്കുന്ന ഈ ദർശനവേളയെ പ്രമേയമാക്കി ഈ ദാസനിലൂടെ ഭഗവാന്റെ തന്നെ തൂലിക ചലിപ്പിച്ചതിൻ്റെ ഫലമാണ് ഒരു ദർശനവേള എന്ന കൃതി. ഭഗവാന്റെ എഴുന്നള്ളത്ത് വിളിച്ചറിയിക്കുന്ന മന്ത്രമധുരമായ ഓടക്കുഴൽ നാദമുയരുന്നു. അതിനുശേഷം ഭഗവാൻ സായ് കുൽവന്ത് ഹാളിലേക്ക് പ്രവേശിച്ച് ഭക്തർക്കിടയിലൂടെ മന്ദമായി നടക്കുന്നു. തൻ്റെ ദർശന സ്പർശന സംഭാഷണങ്ങളാൽ ഭക്തന്മാരെ ഭഗവാൻ സന്തോഷിപ്പിക്കുന്നു. ചിലരെ നോക്കി മന്ദഹസിക്കുന്നു, ചിലർക്ക് അഭയഹസ്തത്താൽ അനുഗ്രഹം നൽകുന്നു, മറ്റു ചിലരിൽ നിന്നും കത്തുകൾ വാങ്ങുന്നു, കുറച്ചു ഭക്തന്മാരോട് സംസാരിക്കുന്നു, ചിലർക്ക് പാദനമസ്കാരം നൽകുന്നു, വേറെ കുറച്ചുപേരെ തൻ്റെ തൃക്കരത്താൽ സ്പർശിച്ച് അനുഗ്രഹിച്ച് ധന്യരാക്കുന്നു. എത്രയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം. പുണ്യതമമായ ഈ ദർശനവേള ഒരു ഗാനരൂപത്തിൽ നമുക്ക് കേൾക്കാം. ഇതിൻ്റെ രചന, സംഗീതം, ആലാപനം ടി.പി. വാസുദേവൻ നമ്പൂതിരി. ചന്ദനക്കാതൽ കടഞ്ഞൊരു മേനിയിൽ ചെമ്പകപ്പൂവിൻ സുഗന്ധവുമായി മന്ദിരേ എൻ മുന്നിലണയുവാൻ സായി സുന്ദര ഇനിയും താമസമരുതേ. ഇങ്ങനെയാണ് ഈ ഗാനം ആരംഭിക്കുന്നത്. ഇതിലെ ചില വരികൾ, അതിൻ്റെ ഒരു അർത്ഥവും പറയാം. സഹസ്ര കിരണകാന്തി ജ്വലിക്കുന്ന നിൻമുഖം ദൂരെയായി ഒരു നോക്കു കണ്ടു. ചാരത്തു നീ വരും നേരവും കാത്തു ഞാൻ വരിയിൽ അക്ഷമനായി ഇരുന്നു. സഹസ്രകിരണൻ സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന തേജസ്സുള്ള ആ മുഖം ഞാൻ ദൂരെ, ഭഗവാൻ പ്രവേശിക്കുന്ന ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ദൂരെ നിന്ന് കണ്ടു. ചാരത്തു നീ വരും നേരവും കാത്ത്, ഭഗവാൻ തൻ്റെ സമീപത്ത് വരുന്നത് കാത്ത് വരിയിൽ അക്ഷമനായിരുന്നു. അവിടെ വരി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രശാന്തി നിലയത്തിലെ സായി കുൽവന്ത് ഹാളിൽ ഭഗവത് ദർശനത്തിനായിരിക്കുന്ന ഭക്തന്മാർ കൃത്യമായ വരികളിൽ വളരെ നിശബ്ദരായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ആ വരിയിൽ അക്ഷമനായി ഇരുന്നു എന്ന് പറയുന്നത്. മന്ദഹാസക്കുളിർ മഴയിലെൻ സങ്കട പങ്കമകന്നുള്ളം തെളിയുന്നു. ഭഗവാന്റെ മന്ദഹാസം ഒരു കുളിർമഴ പോലെയാണ്. മഴ പെയ്യുമ്പോൾ കല്ലിലും മറ്റും പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെളി ഒഴുകിപ്പോകുന്നത് പോലെ എൻ്റെ ഉള്ളിലെ സങ്കടമാകുന്ന പങ്കം എന്ന് പറഞ്ഞാൽ ചെളി, സങ്കടമാകുന്ന ആ ചെളി ഒഴുകിപ്പോകുന്നു, ഉള്ളം തെളിയുന്നു. അതുപോലെ ആപാദ മധുരമാം ദിവ്യദർശനത്തിൽ ഞാൻ ആ പാദചൂടം ഒഴുകുന്നു. ആപാദ മധുരം എന്ന് പറഞ്ഞാൽ അനുഭവിക്കുമ്പോൾ തന്നെ മധുരമായിട്ടുള്ളത്, ക്ഷണത്തിൽ തന്നെ നമുക്ക് ആ അനുഭവ വേദ്യമാകുന്നു ആ മധുരം. അതാണ് അങ്ങനെയുള്ള ആ ആപാദ മധുരമായ ദിവ്യദർശനത്തിൽ ആ പാദചൂടം അടി മുതൽ മുടി വരെ നമ്മൾ പൂർണ്ണമായും ഒഴുകുന്നു. ചന്ദനക്കാതൽ കടഞ്ഞൊരു മേനിയിൽ ചെമ്പകപ്പൂവിൻ സുഗന്ധവുമായി. ചന്ദനക്കാതൽ കടഞ്ഞൊരു മേനിയിൽ
ചെമ്പകപ്പൂവിൻ സുഗന്ധവുമായി മന്ദിര എൻ മുന്നിലണയുവാൻ സായി സുന്ദരായിനിയും താമസമരുതേ സുന്ദരായിനിയും താമസമരുതേ നിൻ പുണ്യദർശന കാലം കുറിക്കുന്ന പൊന്നോടക്കുഴൽ നാദം ഉയരുമ്പോൾ വിഭാതത്തിൽ സൂര്യനെ ധ്യാനിച്ചു നിന്നിടും ഒരു സൂര്യകാന്തിയായി എൻ ഹൃദന്തം ഒരു സൂര്യകാന്തിയായി എൻ ഹൃദന്തം സഹസ്രകിരണ കാന്തി ജ്വലിക്കുന്ന നിൻമുഖം ദൂരെയായൊരു നോക്കു കണ്ടു ചരത്തു നീ വരും നേരവും കാത്തു ഞാൻ വരിയിലക്ഷമനായി ഇരുന്നു വരിയിലക്ഷമനായി ഇരുന്നു കുങ്കുമവർണ്ണ പട്ടാട ചാർത്തി പൊൻതിങ്കൾ കല പോൽ പുഞ്ചിരി തൂക്കി കുങ്കുമവർണ്ണ പട്ടാട ചാർത്തി പൊൻതിങ്കൾ കല പോൽ പുഞ്ചിരി തൂക്കി മന്ദമായി വീശുന്ന തെന്നലിൽ ഇളകുന്നൊരല പോലെ ഒഴുകി നീ വന്നു മന്ദമായി വീശുന്ന തെന്നലിൽ ഇളകുന്നൊരല പോലെ ഒഴുകി നീ വന്നു അല പോലെ ഒഴുകി നീ വന്നു മന്ദഹാസ കുളിർമഴയിലൻ സങ്കട പങ്കമകന്നുള്ളം തെളിയുന്നു മന്ദഹാസ കുളിർമഴയിലൻ സങ്കട പങ്കമകന്നുള്ളം തെളിയുന്നു എഴുതിയ കുറിയൊന്നു വാങ്ങുമ്പോൾ കൈവിരൽ അറിയാതെ മെല്ലെ തലോടുന്നു നീ ദർശനവേളയിൽ നിൻകര സ്പർശത്താലി ജന്മം സഫലമായി തീരുന്നു മിഴികൾക്കു പീയൂഷമായി മുന്നിൽ നിൽക്കുന്നു മൊഴിയമൃതൽ കാതിൽ പകരുന്നു മിഴികൾക്കു പീയൂഷമായി മുന്നിൽ നിൽക്കുന്നു മൊഴിയമൃതൻ കാതിൽ പകരുന്നു ഭവവാരിധിയിൽ ഉഴറുന്നവർക്കു നിൻ സംഭാഷണം സാന്ത്വനമേകുന്നു കരതലത്താൽ സൃഷ്ടിച്ചു നൽകും വിഭൂതിയാൽ നീ പലരുടെ രോഗങ്ങൾ മാറ്റുന്നു ചിലർക്കെകിടുന്നു നീ പാദ നമസ്കാരം പല പല ജന്മത്തിൽ പുണ്യഫലം ചിലർക്കെകിടുന്നു നീ പാദ നമസ്കാരം പല പല ജന്മത്തിൻ പുണ്യഫലം
ആപാദമധുരമാം ദിവ്യദർശനത്തിൽ ജ്ഞാനാപാദചൂഡം മുഴുകുന്നു. ആപാദമധുരമാം ദിവ്യദർശനത്തിൽ ജ്ഞാനാപാദചൂഡം മുഴുകുന്നു. പരമാനന്ദം നിറയുന്നുള്ളിൽ ഞാൻ ഭഗവാനിൽ ചേർന്നലിയുന്നു. പരമാനന്ദം നിറയുന്നുള്ളിൽ ഞാൻ ഭഗവാനിൽ ചേർന്നലിയുന്നു. സായി ഭഗവാനിൽ ചേർന്നലിയുന്നു. ഭഗവാനിൽ ചേർന്നലിയുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി അടുത്ത വീഡിയോയുമായി എത്തുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം. സമസ്ത ലോക സുഖിനോ ഭവന്തു.